എല്ലാവർക്കും ഫിനോം സീരീസിൻ്റെ പാർട്ട് 3യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ തന്നെ പാർട്ട് 1ഉം പാർട്ട് 2ഉം അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ ആ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവർ ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ പോയി ചെക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ പിന്നെ സ്റ്റോറി ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. യോക്കോസുനായിട്ടുള്ള മാച്ചിൽ അണ്ടർടേക്കർ അങ്ങനെ തോക്കുകയും അങ്ങനെ യോക്കോസുന മാച്ചിൽ ജയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അണ്ടർടേക്കറിനെ ആരും WWE കണ്ടിട്ടില്ല. പിന്നീട് അദ്ദേഹം കുറേ കാലം WWE നിന്ന് വിട്ടുമാറിയിരുന്നു. അത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-9 മാസം അദ്ദേഹം WWE നിന്ന് വിട്ട് മാറിയിരിക്കുന്നു. അപ്പോഴായിരുന്നു WrestleMania 10 നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അണ്ടർടേക്കറിന് ആ ഒരു WrestleMania 10 പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക് ഇഞ്ചുറി മൂലമായിരുന്നു അദ്ദേഹത്തിന് ആ WrestleMania 10 മിസ്സായത്. അങ്ങനെ അണ്ടർടേക്കറിനെ പറ്റിയുള്ള കുറേ റൂമേഴ്സ് WWE പറയുന്നു. അതായത് അണ്ടർടേക്കറിനെ ചിലർ കണ്ടിട്ടുണ്ട്, അണ്ടർടേക്കർ ഇന്ന് വരും, അണ്ടർടേക്കർ നാളെ വരും, അങ്ങനെ പറ്റി കുറേ റൂമേഴ്സ് കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നിട്ടും അണ്ടർടേക്കറിൻ്റെ ഒരു അനക്കം പോലും ആരും WWE കണ്ടിട്ടില്ല. പിന്നീട് ടെഡ് ബിയാസ് ഒരു മാസ്റ്റർ പീസ് ബുദ്ധി ഉപയോഗിച്ചു. അതായത് ഒരു ഇമ്പോസ്റ്റർ അണ്ടർടേക്കർ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഒറിജിനൽ അണ്ടർടേക്കറിനെ WWE കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐഡിയ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐഡിയ ഫലിച്ചു. കാരണം ആ ഒരു ഇമ്പോസ്റ്റർ അണ്ടർടേക്കറിനെ കണ്ടതോടുകൂടി നമ്മുടെ ഒറിജിനൽ അണ്ടർടേക്കർ WWE റിട്ടേൺ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇവർക്ക് തമ്മിൽ മാച്ച് ഉണ്ടായി. അതായത് അണ്ടർടേക്കർ വിസസ് ഇമ്പോസ്റ്റർ അണ്ടർടേക്കർ തമ്മിലൊരു മാച്ച് ഉണ്ടായി. യോക്കോസുനുമായിട്ട് ഒരു ഫ്യൂഡ് വെച്ചിരുന്നു. അങ്ങനെ ആ ഒരു വർഷം സർവൈവർ സീരീസിൽ തന്നെ അണ്ടർടേക്കർ വിസസ് യോക്കോസുന് തമ്മിലുള്ള ആ ഒരു റീമാച്ച്, അതായത് ആ ഒരു കാസ്കറ്റ് മാച്ച് വരികയും ആ ഒരു മാച്ചിൽ അണ്ടർടേക്കർ തന്നെ വിൻ ചെയ്യുമായിരുന്നു. അങ്ങനെ കാലം മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു. അണ്ടർടേക്കറിന് WrestleMania 9 ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത WrestleMania 11 അദ്ദേഹത്തിൻ്റെ ഒരു മാച്ച് ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു മാച്ചിൽ കിങ് കോങ് ബഡ്ഡിക്കെതിരായിരുന്നു അദ്ദേഹത്തിന് മാച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ അണ്ടർടേക്കർ കിങ് കോങ് ബഡ്ഡിയെ തോപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ട്രീക്ക് മുന്നോട്ട് കൊണ്ടുപോയായിരുന്നു. അങ്ങനെ ഈ ഒരു WrestleMania കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ സമ്മർ സ്ലാമിൽ ഒരു മാച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കാമ എന്ന് പറയുന്ന ബസ്സിനെതിരായിരുന്നു. ഒരു കാസ്കറ്റ് മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൽ അണ്ടർടേക്കർ തന്നെ വിൻ ചെയ്തു. പിന്നീട് കാലം മുന്നോട്ട് കൊണ്ടുപോയി അദ്ദേഹത്തിന് കിടിലം മാച്ചുകളും സെഗ്മെന്റുകളും സ്റ്റോറി ലൈനും ഒക്കെ ആയിരുന്നു WWE കാത്തിരുന്നത്. ആ ഒരു മാച്ചുകൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിന് താരം ഒരു ഇഞ്ചുറി പറ്റുകയും അദ്ദേഹം കുറച്ചു കാലത്തേക്ക് WWE വിട്ട് മാറി നിൽക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഒരു വർഷത്തെ സർവൈവർ സീരീസിനൊടുവിൽ അണ്ടർടേക്കർ റിട്ടേൺ ചെയ്യുകയും അദ്ദേഹത്തിന് കണ്ണിനാണ് ഇഞ്ചുറി പറ്റിയതിനാൽ അദ്ദേഹം ഒരു മാസ്ക് ഇട്ടുണ്ടായിരുന്നു അദ്ദേഹം റിങ്ങിലേക്ക് കയറിയത്. എല്ലാവരും അദ്ദേഹത്തെ ഒരു വെറൈറ്റി ലുക്കിലായിരുന്നു ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് അണ്ടർടേക്കറിന് ഒരു മാച്ച് പോയിട്ടുണ്ടായിരുന്നത് ബ്രെറ്റ് ഹാർട്ടിനെതിരെയായിരുന്നു. അതായത് 1996 റോയൽ റംബിളിൽ അദ്ദേഹത്തിന് WWE ചാമ്പ്യൻഷിപ്പിനായി ബ്രെറ്റ് ഹാർട്ടിനെതിരായിരുന്നു അദ്ദേഹത്തിന് ഒരു മാച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മാച്ചിൻ്റെ ഇടയ്ക്ക് അണ്ടർടേക്കറിനെ ഡീസൽ എന്ന് പറഞ്ഞ വ്യക്തി ഇന്റർഫിയർ ചെയ്യുകയും ആ ഒരു മാച്ച് റിമൂവ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ ഒരു മാച്ചിലായിരുന്നു അണ്ടർടേക്കർ തൻ്റെ മാസ്ക് റിമൂവ് ചെയ്തു വരുന്നത്. പിന്നീട് അണ്ടർടേക്കർ വിസസ് ബ്രെറ്റ് ഹാർട്ട് തമ്മിലുള്ള ഒരു റീമാച്ച് നടക്കുന്നുണ്ട് ഒരു റോ എപ്പിസോഡിൽ WWF ചാമ്പ്യൻഷിപ്പിന് വേണ്ടി. പക്ഷേ ആ ഒരു റീമാച്ചിലും ഡീസൽ വന്നുകൊണ്ട് അണ്ടർടേക്കറിനെ അറ്റാക്ക് ചെയ്യുകയും ആ ഒരു മാച്ചിൽ ബ്രെറ്റ് ഹാർട്ട് തന്നെ വിജയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ WWFിൻ്റെ ഇൻ യുവർ ഹൗസ് എന്ന ഷോയിൽ ബ്രെറ്റ് ഹാർട്ട് വിസസ് ഡീസൽ തമ്മിലുള്ള ഒരു WWF ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉറപ്പിക്കുന്നുണ്ട്. ആ മാച്ചിൻ്റെ ഇടയ്ക്ക് അണ്ടർടേക്കർ റിങ് പൊളിച്ച് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഡീസലിനെ വലിച്ചരിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. അതായത് അണ്ടർടേക്കറിൻ്റെ മാച്ചുകളിൽ ഡീസൽ എങ്ങനെയാണോ അണ്ടർടേക്കറിനെ ഇന്റർഫിയർ ചെയ്തത് അതിനൊരു ചെറിയൊരു റിവെഞ്ച് ആയിരുന്നു അണ്ടർടേക്കർ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അണ്ടർടേക്കറിൻ്റെ ഡീസലിനെതിരെ ഒരു ഫ്യൂഡ് മുന്നോട്ട് തന്നെ കൊണ്ടുപോയി. അങ്ങനെ ഇവർക്കൊരു WrestleMania ഒരു മാച്ച് ഉറപ്പിക്കുകയുണ്ടായി WrestleMania 12. അങ്ങനെ അണ്ടർടേക്കർ വിസസ് ഡീസൽ തമ്മിലുള്ള WrestleMania 12 മാച്ചിൽ അണ്ടർടേക്കർ തന്നെ വിൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ വിൻ ചെയ്തതിന് ശേഷം തൻ്റെ 5ാമത്തെ WrestleMania വിന്നും അദ്ദേഹം പൂർത്തിയായിരുന്നു. അങ്ങനെ ആ ഒരു മാച്ചുകൾക്ക് ശേഷം അണ്ടർടേക്കറിൻ്റെ അടുത്ത ഫ്യൂഡ് പോയിട്ടുണ്ടായിരുന്നത് മാൻകെയിനെതിരായിരുന്നു. അങ്ങനെ അണ്ടർടേക്കറും മാൻകെയിനും തമ്മിലുള്ള ഫ്യൂഡ് മുന്നോട്ട് പോകവേ അണ്ടർടേക്കറിൻ്റെ എല്ലാ മാച്ചിലും മാൻകെയിൻ വന്ന് ഇൻ്റർഫിയർ ചെയ്യുമായിരുന്നു. അങ്ങനെ മാൻകെയിനെതിരെയുള്ള അണ്ടർടേക്കറിൻ്റെ ശത്രുത വീണ്ടും കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ WWFിലെ ഹൗസ് ഓഫ് ദ ഷോ എന്ന് പറഞ്ഞ പേപ്പറിൽ അണ്ടർടേക്കർ വിസസ് ഗോൾഡസ്റ്റ് തമ്മിലുള്ള ഒരു ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മാച്ചിൻ്റെ ഇടയ്ക്ക് മാൻകെയിൻ വന്ന് അണ്ടർടേക്കറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ഗോൾഡസ്റ്റ് തന്നെ ചാമ്പ്യൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അങ്ങനെ അണ്ടർടേക്കറും മാൻകെയിനും തമ്മിലുള്ള ഫ്യൂഡും മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഒരു മാച്ചിലായിരുന്നു ചെന്ന് കലാശിച്ചത്. അങ്ങനെ ഇവരുടെ മാച്ച് ഒരു ബോയിലർ ബ്രോൾ റൂം മാച്ചായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ഒരു മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കിടിലൻ മാച്ചായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതായത് അങ്ങോട്ടും മാൻകെയിൻ്റെ കൂടെ
പോകുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഞാൻ എൻ്റെ ഡേ 3 ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഡേ 1ഉം ഡേ 2ഉം കണ്ടിട്ട് ഡേ 3 കാണാം, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. സോ നിങ്ങൾ ആദ്യം ഡേ 1 കാണുക, ഡേ 2 കാണുക, പിന്നെ ഡേ 3 കാണുക. സോ പലരും ഡേ 1ഉം ഡേ 2ലും നല്ല വോയിസ് ഇഷ്യൂ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറയുന്നത് കേട്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഡേ 3ൽ ഈ ഒരു വോയിസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഡേ 4 സെറ്റാകും. സോ മാക്സിമം ഞാൻ കുറച്ചിട്ടുണ്ട് നോയ്സും, പിന്നെ എൻ്റെ വോയിസിൻ്റെ ക്ലാരിറ്റി ഞാൻ കുറച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും വോയിസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഓക്കെ, പിന്നെ എൻ്റെ പ്രസൻറ്റേഷൻ ശൈലി മാറ്റണോ അതൊക്കെ നിങ്ങൾ പറ, അതോ ഇതേ ശൈലി തന്നെ കൊണ്ടുപോകാൻ മതിയോ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേ 4 കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.